ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതായത് നമ്മൾ ഇന്ന് ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് പറയുന്ന രണ്ട് കൾച്ചേഴ്സിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബുദ്ധിസം ജൈനിസം എന്ന് പറയുന്ന ഈ കൾച്ചേഴ്സ് ഈ സൊസൈറ്റിയിൽ റൈസ് ആവാനുള്ള കോസസ് ആണ് മെയിൻലി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. നമുക്കിനി ഒട്ടും സമയം കളയാനല്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ 6th സെഞ്ച്വറി എന്ന് പറയുന്നത് ലോകത്തെ പല ഭാഗത്തും പല റിലീജിയസ് റീഫോംസും അതിൻ്റെ ലീഡേഴ്സും റൈസായി വന്നിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അതായത് ഇപ്പോൾ ചൈനയിൽ നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷ്യസ്, ഇറാനിൽ നോക്കിക്കഴിഞ്ഞാൽ സെറോസ്ട്രർ, അങ്ങനെ എല്ലായിടത്തും ഒരു റിലീജിയസ് റീഫോം നടക്കുന്ന സമയത്താണ് ഇന്ത്യയിലും ഈ പറയുന്ന ബുദ്ധനും ജൈനനും റൈസ് ആവുന്നതും അവർ ബുദ്ധിസം ജൈനിസം എന്ന് പറയുന്ന കൾച്ചേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് പുഷ്ടി പിടിക്കാനായിട്ടുള്ള കാരണം, അതായത് ടോട്ടലി ന്യൂ കൺസെപ്റ്റ് ആയിട്ടുള്ള ബുദ്ധിസം ആൻഡ് ജൈനിസം എങ്ങനെ ഈ മണ്ണിൽ വളർന്നു, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ആദ്യം നമ്മൾ പോവേണ്ടത് വർണ്ണ സിസ്റ്റത്തിലോട്ടാണ്. അതായത് വർണ്ണ സിസ്റ്റം പ്രകാരം ഈശ്വരൻ എന്ന് പറയുന്ന വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും കൈകളിൽ നിന്ന് ക്ഷത്രിയനും അതുപോലെ തുടകളിൽ നിന്ന് വൈശ്യനും പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്നൊരു കൺസെപ്റ്റില് അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് വർണ്ണ സിസ്റ്റം. അപ്പൊ ഈ വർണ്ണ സിസ്റ്റം അനുസരിച്ച് ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹയറാർക്കിയില് ഏറ്റവും ടോപ്പ് പൊസിഷൻ കൈക്കലാക്കിയിരുന്നത് ബ്രാഹ്മിൻസ് ആയിരുന്നു. സോ ഒബ്വിയസ്ലി ക്ഷത്രിയാസിന് അതിലൊരു എതിർപ്പുണ്ടാവും. ഈ എതിർപ്പ് അവര് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബുദ്ധിസവും ജൈനിസവും ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബുദ്ധനായിരുന്നാലും ജൈനനായിരുന്നാലും അതായത് മഹാവീരനായിരുന്നാലും ജന്മം കൊണ്ട് അവർ ക്ഷത്രിയ ക്ലാനിൽ വരുന്നവരാണ്. അപ്പോ ക്ഷത്രിയന്മാരുടെ സപ്പോർട്ട് ഒബ്വിയസ്ലി ബുദ്ധനും മഹാവീരനും ഉണ്ടായി. അവര് റൈസായി വരുന്നതിൽ ഒരു കോസ് ഈ ക്ഷത്രിയാസിന്റെ ബ്രാഹ്മിൻസിന്റെ സുപ്രീമസിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഒന്നാമത്തെ കോസ് ബുദ്ധിസവും ജൈനിസവും ഇന്ത്യയിൽ വളരാൻ. രണ്ട്, ആ കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് 6th സെഞ്ച്വറി BC എന്ന് പറയുന്നത് വ്യാപകമായി അയൺ ടൂൾസ് യൂസ് ചെയ്തിരുന്ന സമയമായിരുന്നു. പ്രത്യേകിച്ചും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ അവര് ആ ടൂൾസിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത് അയൺ ആയിരുന്നു. ഇപ്പൊ കലപ്പ ആയിരുന്നാൽ കൂടിയും അയൺ ടിപ്ഡ് ആയിട്ടുള്ള കലപ്പകളായിരുന്നു അവർ യൂസ് ചെയ്തു തുടങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ അതിൽ ആനിമൽ വർക്ക് കുറച്ചധികം ആവശ്യമായിട്ടുള്ള ഒരു പണിയായിരുന്നു. അതായത് ഈ കാളകള്, പോത്തുകള്, ഇതുപോലുള്ള കാറ്റിൽസിന്റെ സഹായം കൂടിയേ ഈ കലപ്പകൾ അവർക്ക് ആ മണ്ണിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, പ്ലോ ചെയ്യാൻ പറ്റുമോ. പക്ഷേ നമ്മുടെ വേദിക് റിച്വൽസ് പ്രകാരം ആനിമൽ സാക്രിഫൈസിൽ ഈ വരുന്ന കാറ്റിൽസ് ആണ് കൂടുതലും ബലി കൊടുക്കപ്പെടുന്നത്. അപ്പൊ ബുദ്ധിസവും ജൈനിസവും നോൺ വയലൻസ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ ഈ കാറ്റിൽസ് സേവ് ആവുകയാണ്. അവിടെ കാറ്റിൽസ് സേവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പ്ലവിങ് ചെയ്യാനായിട്ട് ഈ കാറ്റിൽസിനെ അവർക്ക് വിട്ടുകിട്ടും. അതുകൊണ്ട് പെസൻസ് കൂടുതലായിട്ട് ബുദ്ധിസം ജൈനിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തി കൊടുക്കുന്നു. കാരണം അവർക്ക് നിലമുഴാനായിട്ട് കാറ്റിൽസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു നോൺ വയലൻസ് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അനിമൽ സാക്രിഫൈസ് എന്ന പേരിൽ ഈ പറയുന്ന കാറ്റിൽസിനെ അവർ വ്യാപകമായിട്ട് ബലി കൊടുക്കും. പിന്നെ കൃഷിപ്പണിക്ക് ആവശ്യമായിട്ടുള്ള കാറ്റിൽസ് അവർക്ക് കിട്ടില്ല. സോ നോൺ വയലൻസ് എന്നൊരു കൺസെപ്റ്റ് ബുദ്ധിസവും ജൈനിസവും കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മുടെ പെസൻസ് എന്ത് ചെയ്തു, ആ ബുദ്ധിസത്തിനെ ജൈനിസത്തിനെ സപ്പോർട്ട് ചെയ്തു കൊടുത്തു. അവരിവിടെ വളരാൻ തുടങ്ങി. മറ്റൊരു കോസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ എക്കോണമി പുഷ്ടി പ്രാപിച്ചപ്പോൾ ഒബ്വിയസ്ലി വൈശ്യ കമ്മ്യൂണിറ്റി എക്കണോമിക്കലി കുറച്ചുകൂടി സ്റ്റേബിളായി. കാര്യം ഈ 4 വർണ്ണാസിനും 4 ഒക്കുപ്പേഷൻസ് ഉണ്ട്.
അതായത് ഇപ്പൊ ബ്രാഹ്മിൻസിനെ സംബന്ധിച്ച് വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, യജ്ഞം ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുക, ഇതൊക്കെയാണ് ബ്രാഹ്മിന്റെ ഒക്കുപേഷൻ. ക്ഷത്രിയയുടെ ഒക്കുപേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുക, പ്രജകളെ രക്ഷിക്കുക, ധൈര്യം, വീര്യം, ഇതൊക്കെയാണ് ക്ഷത്രിയാസിന്റെ ഒക്കുപേഷൻ. വൈശ്യാസ് എന്ന് പറയുമ്പോൾ പണമിടപാടുകൾ അത്രയും, ബിസിനസ്, അതുപോലെ കൃഷി, നാൽക്കാലികളെ മേയ്ക്കൽ, ഇതെല്ലാം വൈശ്യന്റെ ഒക്കുപേഷനാണ്. ശൂദ്ര എന്ന് പറയുമ്പോഴത്തേക്കും ഈ 3 ഒക്കുപേഷനെയും ഈ 3 വർണ്ണാസിനെയും സെർവ് ചെയ്യുക, സർവീസ് സെക്ടറാണ് ശൂദ്ര പെടുന്നത്. അപ്പോ അഗ്രികൾച്ചർ രക്ഷപ്പെട്ടപ്പോ അല്ലെങ്കിൽ എക്കോണമി രക്ഷപ്പെട്ടപ്പോ ഒബ്വിയസ്ലി ബിസിനസ് കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കൊണ്ട് ജീവിക്കുന്ന വൈശ്യാസ് എക്കണോമിക്കലി കുറച്ചുകൂടി സ്റ്റേബിളായി. അവർക്ക് സൊസൈറ്റിയിൽ ഒരു നല്ലൊരു പൊസിഷൻ വേണം എന്നൊരാഗ്രഹം അവർക്കുണ്ടായി. പക്ഷേ ഈ വർണ്ണ സിസ്റ്റം കാരണം അവർക്ക് സൊസൈറ്റിയിൽ ഒരു നല്ല പൊസിഷൻ കിട്ടുന്നില്ല. സോ അവരെന്ത് ചെയ്തു? ബുദ്ധിസത്തിനെയും ജൈനിസത്തിനെയും എക്കണോമിക്കലി സപ്പോർട്ട് ചെയ്തു, ഡൊണേഷൻസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അവർക്ക് അതുവഴി സൊസൈറ്റിയിൽ ഒരു മാന്യമായ സ്ഥാനം അലങ്കരിക്കാമല്ലോ എന്നുള്ള തോട്ടിലാണ് അത് വരുന്നത്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ബുദ്ധിസവും ജൈനിസവും സാധാരണക്കാരോട് അടുത്ത് നിൽക്കുന്ന കൾച്ചേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മിൻസ് ഈ പറയുന്ന വർണ്ണ സിസ്റ്റത്തിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ കൈയടക്കിയപ്പോഴത്തേക്കും സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ അവര് മറ്റ് വർണ്ണാസിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്തു. ബ്രാഹ്മിൻസിന് മാത്രമേ സംസ്കൃതം പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു റൂള് അവിടെ കൊണ്ടുവന്നു. അപ്പൊ സാധാരണക്കാർക്ക് സംസ്കൃതം പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ആ സംസ്കൃതം എന്താണെന്ന് അറിയില്ല. സോ ബ്രാഹ്മിൻസിന്റെ റിച്വൽസ് എന്താണെന്ന് അവർക്ക് അറിയില്ല, അത് കോംപ്ലക്സ് ആയിട്ട് തന്നെ തുടർന്നു. അതേസമയം സാധാരണക്കാരന്റെ ലാംഗ്വേജ് ആയിട്ടുള്ള പാലി, പ്രാകൃതം ഒക്കെയാണ് ബുദ്ധനും മഹാവീരനും തന്റെ ടീച്ചിങ്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബുദ്ധിസവും ജൈനിസവും ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ റിച്വൽസും കാട്ടിക്കൂട്ടുന്ന ഒരാളോടായിരിക്കും നമുക്കൊരു ഇഷ്ടം തോന്നുക. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക. ഒബ്വിയസ്ലി രണ്ടാമത്തെ ആളായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെയാണ് അന്നത്തെ സൊസൈറ്റിയിൽ സംഭവിച്ചത്. ബ്രാഹ്മിൻസിന്റെ കോംപ്ലക്സ് റിച്വൽസും കോംപ്ലക്സ് ആയിട്ടുള്ള മന്ത്രാസിനെക്കാളും സാധാരണക്കാരന്റെ ഭാഷയായിട്ടുള്ള പാലിയും പ്രാകൃതം അവർ കുറച്ചുകൂടി പ്രിഫർ ചെയ്തു. അങ്ങനെ ബുദ്ധിസവും ജൈനിസവും അവിടുത്തെ ലോക്കൽസ് അവരെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും ബുദ്ധിസവും ജൈനിസവും അവിടെ കഷ്ടപ്പാടുകൾ ഇല്ലാതെ വളർന്നു. ഇതാണ് ബുദ്ധിസവും ജൈനിസവും ഇന്ത്യയിൽ വളരാനുള്ള മെയിൻ കോസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബുദ്ധിസം എന്താണ്, ജൈനിസം എന്താണ്, ഇവിടെ ടീച്ചിങ്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കും. ഈ ബുദ്ധിസം ജൈനിസം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് വരുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ അതിനുള്ള ആൻസേഴ്സ് ഞാൻ ഉടനെ തന്നെ തരുന്നതായിരിക്കും. സോ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ, താങ്ക് യു.